ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിന് 17 സീറ്റും രണ്ടാമതെത്തിയ BJPക്ക് 13 സീറ്റുമാണുള്ളത്. ഇതോടെയാണ് 10 സീറ്റുകൾ നേടിയ പ്രാദേശിക പാർട്ടികളും സ്വതന്ത്രരും സർക്കാർ രൂപീകരണത്തിൽ നിർണായകമായത്. 3 വീതം സീറ്റുകൾ നേടിയ മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടിയുടെയും ഗോവ ഫോർവേഡ് പാർട്ടിയുടെയും നിലപാടാണ് നിർണായകം. തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസുമായി സഖ്യത്തിന് താൽപര്യം പ്രകടിപ്പിച്ച പാർട്ടിയാണ് ഗോവ ഫോർവേഡ്. പുതിയ സാഹചര്യത്തിൽ ഇവർ കോൺഗ്രസിനെ തന്നെ പിന്തുണച്ചാൽ BJPക്ക് ഭരണം നഷ്ടമാകാൻ സാധ്യതയേറെ. അതേസമയം കോൺഗ്രസുമായും BJPയുമായും ഭരണത്തിൽ സഖ്യം ചേർന്ന പാർട്ടിയാണ് MGP. NCPയുടെ ഒരംഗത്തിനൊപ്പം 2 സ്വതന്ത്രർ എങ്ങോട്ട് തിരിയുമെന്നതും പ്രധാനം. കോൺഗ്രസ് ഗോവയിൽ അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്നും ജനവിധി മാനിച്ച് സർക്കാർ രൂപീകരണത്തിൽ പ്രാദേശിക പാർട്ടികൾ ഒപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് വ്യക്തമാക്കി. For people of both the states of Goa and Manipur, as the numbers are now showing, have given a mandate to the Congress party to form the government. ഇതിനിടെ സ്വന്തം മണ്ഡലത്തിൽ പോലും പരാജയപ്പെട്ട ഗോവ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറെ സംരക്ഷിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ രംഗത്തെത്തി. That it's Bharatiya Janata Party which is the biggest vote share party with about 33.5% votes. So in vote share we are the biggest. As I said, vote percentage wise we have got more than 5% extra votes than in spite of contesting less seats. ആവശ്യമായ പിന്തുണ ലഭിച്ചാൽ സർക്കാർ രൂപീകരണത്തിന് BJP അവകാശവാദം ഉന്നയിക്കുമെന്നും മനോഹർ പരീക്കർ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, പനാജി.